ഹായ്. എസ്എസ്എൽസി എക്സാം അടുത്തല്ലോ. കുട്ടികൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് ആ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യുക എന്നുള്ളത്. അതിന് നമുക്ക് ഹാൾ ടിക്കറ്റും ക്വസ്റ്റ്യൻ പേപ്പറും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യാം. അതെങ്ങനെ ഫില്ല് ചെയ്യുന്നതിന് സ്പെസിമെൻ സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ നോക്കാം. നമ്മൾ ഇതിൽ വരുന്നത് നെയിം ഓഫ് എക്സാമിനേഷൻ, പിന്നെ സബ്ജക്റ്റ് വരുന്നുണ്ട്, പിന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, പിന്നെ വരുന്നത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഏരിയയാണ്. പിന്നെ ടോട്ടൽ അഡീഷണൽ ഷീറ്റ്സ് നമ്മൾ ആഡ് ചെയ്തത്. പേപ്പർ കോഡ് മലയാളം 1 ആണെങ്കിൽ 1. ഇത് സ്പെസിമെൻ സാമ്പിൾ ആണ്. ഇതിൻ്റെ ഫോർമാറ്റ് ചിലപ്പോൾ കുറച്ച് വ്യത്യാസം വന്നേക്കാം, പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവയാണ്. നെയിം ഓഫ് എക്സാമിനേഷൻ നമ്മൾ എഴുതുന്നത് SSLC എക്സാമിനേഷൻ മാർച്ച് 2026 എന്നായിരിക്കും. ഇത് 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കാണുന്നുണ്ടല്ലോ, ഈ ഒരു എക്സാം നെയിം ആയിരിക്കും നമ്മൾ എഴുതുക. ഓക്കെ, അത് തെറ്റിക്കാതെ നിങ്ങൾ ഇവിടെ എഴുതേണ്ടതാണ്. ഈ രീതിയിലായിരിക്കും നിങ്ങൾ എഴുതുക. പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ആ സബ്ജക്റ്റിൻ്റെ പേര് ഇവിടെ എഴുതുക, നെയിം. അതിനുശേഷം ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇനി അറിയില്ലെങ്കിൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഇത് കാണാം. ഹാൾ ടിക്കറ്റിൻ്റെ ഇന്ന് കെമിസ്ട്രി എക്സാം ആണെങ്കിൽ ഇപ്പോൾ ഡേറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ് ഉണ്ടാവും. ഇത് 2022 ഒരു ഹാൾ ടിക്കറ്റ് ആണ്, അതാണ് ഡേറ്റ് റോങ് ആയിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഡേറ്റ് ആണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. 2026 എക്സാം ആണെങ്കിൽ 2026 എന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഇത് എഴുതേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഈ ഭാഗം മൊത്തം ഇൻവിജിലേറ്റർക്ക്, അതായത് എക്സാമിൻ്റെ നോക്കുന്ന ആൾക്ക് മാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയയാണ്. ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്ക് കിട്ടി, അതിൻ്റെ ടോട്ടൽ. ഇവിടെ നമ്മളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഗ്രാൻഡ് ടോട്ടൽ, സ്കോർ അവാർഡ്, ഇതൊന്നും ചെയ്യേണ്ടതില്ല. ഇനി വരുന്നത് രജിസ്റ്റർ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്. ഓക്കെ, ഇവിടെയാണ് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്. രജിസ്റ്റർ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഇൻ ഫിഗേഴ്സ്, നമ്പറിൽ എഴുതണം, വേർഡ്സിൽ എഴുതണം. അപ്പോൾ ക്വസ്റ്റ്യൻ രജിസ്റ്റർ നമ്പർ എവിടുന്നാണ് നമുക്ക് കിട്ടുക? രജിസ്റ്റർ നമ്പർ ഈ ഹാൾ ടിക്കറ്റിന്റെ മുകളിൽ കാണുന്ന ഈ നമ്പറാണ്. ഇതൊരു 6 അക്ക നമ്പറാണ്, പക്ഷെ ഇവിടെ നമുക്ക് 7 കോളങ്ങൾ കാണാം. 2, 4, 6, 7 കോളങ്ങൾ കാണാം. അത് ചിലപ്പോൾ പുതിയ ഫോർമാറ്റിൽ 6 അക്ക ആയിരിക്കും. അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ചെയ്യണം. ഇനി ഇതേപോലെയാണ് വരുന്നതെങ്കിൽ, ഇത് കഴിഞ്ഞ വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻ ഹാൾ ടിക്കറ്റിന്റെയും ഫ്രണ്ട് പേജിന്റെയും ഒരു സ്പെസിമെൻ സാമ്പിൾ ആണ്. അപ്പൊ ഇത് ഇവിടെ 6 അക്ക നമ്പർ, ഇവിടെ 7 അക്ക ആണെങ്കിൽ ആദ്യത്തെ പാർട്ടിൽ നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു ലൈൻ ഇടുക, എന്നിട്ട് ഇവിടെ നിങ്ങളെ നമ്പർ എഴുതി തുടങ്ങുക. അപ്പൊ ഉദാഹരണത്തിന് നിങ്ങളെ നമ്പർ 1 2 3 4 5 6 ആണെങ്കിൽ 1 ഇത് കളത്തിൽ ഉള്ളിൽ നിർത്തിക്കൊണ്ട് എഴുതാൻ ശ്രമിക്കുക. ഇത് ഡിജിറ്റൽ പെൻ എഴുതുകൊണ്ട് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ട്. എന്നിട്ട് വേർഡ്സിൽ നിങ്ങളിവിടെ എഴുതുക. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ വേർഡ്സിൽ ഈ രീതിയിൽ എഴുതുക, 1 2 3 4 5 6. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേർഡ്സിലും ഫിഗേഴ്സിലും എഴുതുക. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, അത് നമുക്ക് ഇവിടെ കാണാം അല്ലേ. ആ ക്വസ്റ്റ്യൻ നമ്പർ ഇവിടെ എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടോട്ടൽ അഡീഷണൽ ഷീറ്റ്സ്, നമ്മൾ എത്ര ഷീറ്റ്സ് വാങ്ങിയോ അതിൻ്റെ നമ്പർ കൂടി ഇവിടെ എഴുതുക. പിന്നെ നമ്മളിത് ഹാൻഡ് ഓവർ ചെയ്യുന്നതിൻ്റെ മുന്നേ സിഗ്നേച്ചർ, ഇൻവിജിലേറ്റർ സിഗ്നേച്ചർ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക, എന്നിട്ട് ഹാൻഡ് ഓവർ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പറയാൻ മറന്നുപോയി, ഈ പേപ്പർ എന്നുള്ള ഇത് സെക്ഷനിൽ നമ്മളിപ്പോൾ മലയാളം 1 2 ഒക്കെ അല്ലേ, അതിലിപ്പോൾ മലയാളം 1 എന്നുള്ളതായിരിക്കും ഇവിടെ വരിക. പേപ്പർ 2 ആണെങ്കിൽ 2, ആ രീതിയിലാണ് ഈ പേപ്പർ എന്നുള്ള ഈ സെക്ഷൻ മാർക്ക് ചെയ്യുന്നത്, ഈ ഭാഗം. അപ്പോൾ അത് ആ രീതിയിൽ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. കൂടാതെ നിങ്ങളുടെ ക്ലാസ് ടീച്ചറോടോ നിങ്ങളുടെ അധ്യാപകരോടോ ചോദിക്കാം. ഇനി ഇൻവിജിലേറ്ററിനോട് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ഉടനടി അറിയിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രജിസ്റ്റർ നമ്പർ 1 എന്നുള്ളതിന് പകരം ഇവിടെ നിങ്ങൾ 8 നോവല്ലോ എഴുതിപ്പോയെങ്കിൽ ഉടനടി ഇൻവിജിലേറ്ററിനെ അറിയിക്കുക. അവർ ഒരു ന്യൂ മാർക്ക് ഷീറ്റോ അല്ലെങ്കിൽ ന്യൂ
ഒരു പുതിയ ഒരു മാർക്ക് ഷീറ്റ് തരുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ചെയ്യുക. താങ്ക് യു.